ഗുഡ് മോർണിംഗ്. രജിത ബാലുവാണേ. തട്ടുന്തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീട്ടിലുള്ള ഒരിനം ചീരയെ പരിചയപ്പെടുത്തലും അതിൻ്റെ ഒരു റെസിപ്പിയുമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ഒരിനം ചീര. അതായത് ഈ ചീരനെ നമ്മൾ വള്ളിച്ചീര എന്നാണ് പൊതുവെ പറയുന്നത്. ഇത് രണ്ട് തരത്തിലുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ചീര നല്ല പിങ്ക് തണ്ടോട് കൂടിയിട്ടുള്ളതാണ്. അതിൻ്റെ തണ്ട് പിങ്ക് കളറിലും അതുപോലെ ഇല പച്ച കളറാണ്. എന്നിരുന്നാലും ഇലയുടെ ഈ ഞരമ്പുകൾക്കൊക്കെ ഒരു പിങ്ക് കളറാണ് ഉള്ളത് കേട്ടോ. ഇതിൻ്റെ തന്നെ മറ്റൊരു ഐറ്റം ഉള്ളത് തണ്ട് പച്ച കളറും ഇല പച്ച കളറിലും ഉള്ളതാണ്. അതിൻ്റെ ഇലയ്ക്കും അല്പം വലിപ്പം കൂടുതലാണ്. ഇപ്പം നമ്മുടെ വീട്ടിൽ ഈ ഒരു ചെടിയേ ഉള്ളൂ. ഇതിന് വട്ടച്ചീര, പപ്പടച്ചീര, വള്ളിച്ചീര, ഷുഗർ ചീര, അതുപോലെ തന്നെ മലബാർ ചീര, സിലോൺ ചീര എന്നിങ്ങനെയുള്ള കുറേ പേരുകളുണ്ട് കേട്ടോ ഈ ഇലക്കറിക്ക്. അതുപോലെ തന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങളും, ഔഷധ ചീര എന്നുള്ളൊരു പേരും കൂടി ഉണ്ട് കേട്ടോ. ഒരുപാട് ഔഷധ ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഔഷധ ചീര എന്നുള്ള ഒരു പേരും കൂടിയുണ്ട് കേട്ടോ. ഇത് വളർത്തിയെടുക്കാനൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. നല്ല വളക്കൂറുള്ള മണ്ണിൽ നമ്മളിതിൻ്റെ ഒരു തണ്ടോ അല്ലെങ്കിൽ വിത്ത് വഴിയും ഇത് ഉൽപ്പാദിപ്പിക്കുക കേട്ടോ. വിത്തോ തണ്ടോ നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലപ്പോഴും നമ്മൾ അല്പം ചാണകപ്പൊടി കൊടുത്താൽ മതി. ആവശ്യത്തിനുള്ള നനവും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പടരാനുള്ള ഒരു സ്ഥലം കൊടുക്കണം കേട്ടോ. പന്തലിട്ട് കൊടുക്കുകയോ മറ്റൊരു സസ്യത്തിലേക്ക് പടർത്തി വിടുകയോ ഒക്കെ ചെയ്യണം. എങ്കിൽ 2 കൊല്ലത്തോളം സമൃദ്ധിയായിട്ട് നമുക്ക് ചീര ഇല പൊട്ടിക്കാം കേട്ടോ. നമ്മുടെ ഈ വള്ളിച്ചീരയുടെ ഇലയിൽ ധാരാളം ജീവകം എയും അതുപോലെ തന്നെ ഇരുമ്പും കാൽഷ്യവും മാംസ്യവും ബീറ്റാ കരോട്ടിനും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ വള്ളിച്ചീര ഭയങ്കര പോഷക സമൃദ്ധമായ പച്ചക്കറിയാണ് കേട്ടോ. അതുപോലെ തന്നെ പ്രകൃതിദത്ത ശീതീകരണവുമാണ് ഇതിൻ്റെ മറ്റൊരു സവിശേഷത. നമ്മളുടെ എല്ലുകളുടെ ബലഹീനത, അതുപോലെ തന്നെ നമുക്കുണ്ടാവുന്ന വിളർച്ച, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, വൻകുടലിലെ ക്യാൻസർ, ഇതിനൊക്കെ നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഈ ചീര കഴിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഒരു പിടുത്തത്തോളം ഇലയാണ് ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ 2-3 തണ്ടുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കറി വയ്ക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചീര ഇതുപോലെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളം കളഞ്ഞതിന് ശേഷം ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിനൊരു പശപ്പുണ്ട് കേട്ടോ, ഒരു കൊഴുപ്പുണ്ട്. അതുപോലെ ഒരു ചെറിയ സവാള കൊത്തി അരിഞ്ഞിട്ടുണ്ട്. ഒരു 3-4 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അല്പം കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ 2 മണി ജീരകം ചേർത്ത് കൊടുക്കുക. ജീരകം കൂടെ ഒന്ന് പൊട്ടി വരുമ്പോൾ 2 പച്ചമുളക് കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൊത്തിയരിഞ്ഞ് എടുത്തു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് അല്പം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചീര ഭക്ഷിക്കുകയാണെങ്കിലേ നമ്മുടെ ഗർഭിണികളിലും കുട്ടികളിലൊക്കെ കണ്ടുവരുന്ന മലബന്ധം മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള അത്രയും മുളക് പൊടിയും കൂടെ ചേർത്ത് വീണ്ടും വഴറ്റി കൊടുക്കുക. ഞാൻ ഏകദേശം 1 സ്പൂണോളം മുളക് പൊടിയും അതുപോലെ തന്നെ 1/4 സ്പൂണിൻ്റെ താഴെ കണ്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്തത് കേട്ടോ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് വീണ്ടും ഇളക്കി മിക്സ് ചെയ്ത് വഴറ്റി ഈ പൊടികളുടെ പച്ചമണക്കൊന്ന് പോകുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മൂടിയിട്ട് കൊടുക്കുക. കാരണം ഉരുളക്കിഴങ്ങൊന്ന് ആവിയിൽ വേവേണ്ടതുണ്ട്. അതിനൊക്കെ ശേഷം മാത്രമേ നമ്മൾ ചീര ഇതിലേക്ക് ഇടുള്ളൂ. അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഏകദേശം ആവിയിൽ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം പകുതി വേവ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചീരയും കൂടെ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഒന്ന് വേണമെങ്കിൽ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും ഈ പാത്രം ഒന്നും അടച്ചിട്ട് കൊടുക്കുക. അടച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും ഞാനൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് അടച്ചത്. അടയ്ക്കുമ്പോൾ ഇതിൻ്റെ കൊഴുപ്പ് കൂടുതലായിട്ട് പുറത്തേക്ക് വരും. അടച്ചില്ലെങ്കിലും വിരോധമില്ല കേട്ടോ. അതുപോലെ തന്നെ ഈ ചീര ഉണ്ടാക്കാനായിട്ടേ നമ്മൾ കരിയിലകളൊക്കെ കൂട്ടിയിടുമല്ലോ. ആ കരിയിലയിൽ ഇതിൻ്റെ വിത്ത് കൊണ്ട് ഒന്ന് പാവിട്ട് നോക്കി, അവിടെ ഉണ്ടാവാനാണ് ഇതിന് ഏറ്റവും ഇഷ്ടം കേട്ടോ. അപ്പോൾ നമ്മൾ ചീരയുടെ മൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ട നല്ല ആവി വരുന്നില്ലേ,
അപ്പോൾ ഒന്നും കൂടെ ഒക്കെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക. ഇപ്പോൾ ഒരു കൊഴുപ്പുണ്ട്. ഇനി മൂടിയിടാണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഓപ്പണായിട്ട് വേവിക്കാം കേട്ടോ. അപ്പോഴേക്കും അതിൻ്റെ ആ കൊഴുപ്പൊക്കെ ഒന്ന് പോയിട്ടുണ്ടാവും. ഉരുളക്കിഴങ്ങിനോടൊക്കെ ചേർന്ന് വരും കേട്ടോ. അപ്പോൾ ഇത് സൂപ്പർ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നമ്മളുടെ വള്ളിച്ചീര കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇത് ചപ്പാത്തിക്കോ ദോശയ്ക്കോ അതുപോലെ തന്നെ നമ്മുടെ ചോറിൻ്റെ സൈഡിലേക്കും ഇത് നല്ലൊരു ഡിഷാണ് കേട്ടോ. ഉണ്ടാക്കാനും ഈസിയാണ്. അതുപോലെ തന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഇത് പ്രദാനം ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിർബന്ധമായിട്ടും ഈ ഒരു വള്ളിച്ചീരയുടെ ചെടി വെക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പിയും വള്ളിച്ചീരയുടെ വിശേഷങ്ങളും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോകളിലൂടെ ഇനിയും കാണാം. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.